ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബർത്ത്ഡേ കേക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് കേക്ക് ഡിസൈൻ ചെയ്യാനുള്ള പ്ലെയിൻ കേക്കാണ്. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ മതി. നമ്മളിവിടെ ഒരു 1 kg മോൾഡിലാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കേക്ക് ടീന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത്. ഈ കേക്ക് ഡിസൈൻ ചെയ്താണ് നമ്മളന്ന് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചത്. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ നമുക്കൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. 1 kg കേക്ക് ബോർഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടും വളരെ ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഈ ബ്ലേഡെല്ലാം നമുക്ക് കേക്കിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒരു 3 ലെയറായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. കേക്ക് ഡിസൈൻ ചെയ്യാൻ നമുക്ക് 3 ലെയറോ അല്ലെങ്കിൽ 2 ലെയറോ ഒക്കെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മുകൾ ഭാഗത്ത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം മാത്രം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കിതുപോലെ 3 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് പൈനാപ്പിൾ ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞെടുത്ത് അതിൽ ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത്തിരി ലൂസായിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. പൈനാപ്പിൾ വേവിച്ചതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ ഇത്തിരി ലൂസാക്കി നമുക്കിത് അരച്ചെടുക്കാം. ഇത് വിപ്പിംഗ് ക്രീമാണ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീം നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്രീസറിനകത്ത് വെച്ചിരുന്ന ക്രീം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് പതിയെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. നല്ലപോലെ വെള്ളം പോലെ മെൽറ്റാവരുത്. ഒരു ഐസ്ക്രീം പരുവത്തിൽ മെൽറ്റായി കഴിയുമ്പോൾ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ബൗളിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഷുഗർ പൗഡർ മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് ഷുഗർ പൗഡറും കൂടി ചേർത്ത് എഗ് ബീറ്റർ വെച്ചിട്ടോ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം ഞാനിതുപോലെ ഒരേ സൈഡിലോട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താലാണ് ആ ക്രീം നല്ലപോലെ തിക്കായി വരുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ലെയറായിട്ട് ഇതുപോലെ ക്രീം തിക്കായിട്ട് വരും. ക്രീമിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കഴക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഏതാണ്ട് ഈ ബൗള് 3/4 ഭാഗത്തോളം ക്രീം നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അത്രയും സമയം നമ്മൾ ഒരേ സൈഡിലോട്ട് ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം കേക്ക് ഡിസൈൻ ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ക്രീം കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാം. ക്രീം വല്ലാതെ അങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ പാകത്തിനായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം കിട്ടേണ്ടത്. കുറച്ച് ക്രീം നമുക്ക് കേക്ക് ബോർഡിൻ്റെ അടിവശത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന് മുറിച്ചെടുത്ത ആ ഒരു ലെയറാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വേണ്ട. ഷുഗർ സിറപ്പിന് പകരം ഈ പൈനാപ്പിൾ സിറപ്പ് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിടുന്നത് കേക്ക് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾസാണ്. ഇത് ചോക്ലേറ്റിൻ്റെ അതുപോലെ തന്നെ ഷുഗറിൻ്റെയൊക്കെ പല കളറിലുള്ള സ്പ്രിങ്കിൾസ് നമുക്ക് വാങ്ങാൻ കിട്ടും. കേക്കിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഷുഗർ ബോൾസും അതുപോലെ തന്നെ കേക്ക് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾസും കിട്ടും. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസ് ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ച് വീണ്ടും സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് നനച്ച് കൊടുക്കാം. ഈ പൈനാപ്പിൾ സിറപ്പിൻ്റെ നനച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നല്ലൊരു പൈനാപ്പിൾ ഫ്ലേവർ തന്നെ നമുക്ക് കേക്കിന് കിട്ടും. അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ചോക്ലേറ്റിൻ്റെയൊക്കെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ക്രീം അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേക്കിൻ്റെ ക്രം കോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും നമ്മൾ ഫില്ലാക്കി കഴിഞ്ഞു.
ഇനി നമുക്ക് തേർഡ് ലെയർ ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്ത നല്ല റൗണ്ടിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു പോർഷന് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. വീണ്ടും പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പും വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് കൂടെ ആഡ് ചെയ്ത് നനയ്ക്കാവുന്നതാണ്. ഒരുപാട് നനവായാൽ കേക്ക് വല്ലാതെ അങ്ങോട്ട് അലിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഷുഗർ സിറപ്പിന് പകരം പൈനാപ്പിൾ സിറപ്പ് മാത്രം മതി. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ക്രീം സൈഡിലും എല്ലാം കൂടി ചേർത്ത് നമുക്കിതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന ടൂൾസൊക്കെ ഉപയോഗിച്ച് നമുക്കിതുപോലെ സ്ലൈഡ്സും ടൂൾസൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഒരുവിധം ഒന്നും കൂടിയും ലൂസായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ പെട്ടെന്ന് തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിൽ ഞാനൊരു 1/4 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ ക്രീമും എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ കേക്കും ഫ്രിഡ്ജിൻ്റെ ഡോറിലോട്ട് എടുത്ത് വയ്ക്കാം. ഒരു 1/4 മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഒന്ന് വല്ലാതെ മെൽറ്റായി പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫുള്ളായിട്ടും വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഈ ചുവന്ന ഈ സ്ലൈഡ് പോലത്തെ ഇതെല്ലാം കേക്കിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് സൈഡിൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. മുകൾ ഭാഗത്തിൻ്റെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ നമുക്ക് ആ ഒരു വരയായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഇത് റോസ് കളറിലും അതുപോലെ തന്നെ ചോക്ലേറ്റ് കളറിലുള്ള സ്പ്രിങ്കിൾസാണ്. അത് നമുക്ക് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള സ്പ്രിങ്കിൾസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പം ഞാനിവിടെ റോസ് കളറും ചോക്ലേറ്റ് കളറാണ് സൈഡിൽ വെക്കാനായിട്ട് എടുത്തത്. ഇനി നമുക്കൊരു വിപ്പിംഗ് ബാഗ്, ഇതും നോസിൽസും എല്ലാം നമുക്ക് കടയിൽ നിന്ന് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള നോസിൽസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നമ്പറൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നമ്പർ പറയാത്തത്. ആ നോസിൽസ് ഇട്ട് കൊടുത്ത് കുറച്ച് കളർ ചേർത്ത്, ഫുഡ് കളർ ചേർത്ത് നമുക്ക് നമ്മുടെ ക്രീമിൽ ഇങ്ങനെ കളറാക്കി എടുക്കാം. സൈഡിലൊക്കെ ഞാനിങ്ങനെ ഒരു അരികെ എഡ്ജിലിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതുപോലെ പച്ച കളറിലുള്ള സ്പ്രിങ്കിൾസ് ഒരു ഡിസൈൻ പോലെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും വിപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമിൽ ഒരു തുള്ളി ഫുഡ് കളർ, റെഡ് കളർ ചേർത്ത ഇതുപോലെ ലൈറ്റ് റോസ് കളറിൽ നമുക്ക് കിട്ടും. നമുക്ക് ഏത് ഡിസൈൻ വേണോ ആ ഡിസൈനിലുള്ള നോസിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ അതുകൊണ്ട് ചുറ്റിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറയെ ഫ്ലവർ വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ നിറയെ ഫ്ലവർ പോലെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മുടെ ചെറി കട്ട് ചെയ്ത് ഒരു ഹാഫ് വീതം നമ്മളതിൻ്റെ മുകളിൽ നന്നായിട്ട് കുത്തിവെച്ച് ഇനി ഒരു ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടി വെച്ചാൽ അടിപൊളിയായിട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി ബർത്ത്ഡേ കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പിള്ളേർക്കും അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കി മുറിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്ലെയിൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ 2-3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് നോക്കിയാൽ മതിയാകും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള ABCD പോലും അറിയാത്തവർക്ക് പോലും നല്ല അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാം. ഇനി ഈ വിപ്പിംഗ് ക്രീം പുറത്തുനിന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് ഹോം മെയ്ഡായിട്ടും വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നമുക്ക് ക്രീം ഉണ്ടാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം വാങ്ങിച്ച് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കേക്ക് ക്രം കോട്ട് ചെയ്തും ഫൈനൽ കോട്ട് ചെയ്തും അതുപോലെ തന്നെ ഇതുപോലെ ഫില്ലിങ്സ് ചോക്ലേറ്റിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ ഫില്ലിങ്സ് വെച്ച് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സോഫ്റ്റായിട്ടുള്ള പൈനാപ്പിൾ ഫ്ലേവറുള്ള കേക്കാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഓൾ എന്നൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും പ്രത്യേകിച്ച് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയേണ്ടതില്ലല്ലോ. ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ.